ഇന്നത്തെ പരിപാടി എന്നിട്ടാണെന്നറിയോ? നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഗാവുണ്ട്, ആ ഗാവ് വരെ പോവാം. നമ്മുടെ NTPCക്ക് ചുറ്റുമായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അതിലൊന്നായ ആഡ്മൂട് എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളിപ്പോൾ. ഈ കാണുന്നത് ഒരു പൊതു ശൗചാലയമാണ്. NTPC ഗ്രാമത്തിലെ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു സ്കൂളാണ് ഈ കാണുന്നത്. ഒരുപാട് പേര് തിങ്ങിപ്പാർക്കുന്ന ഒരു കോളനി പോലത്തെ ഏരിയയാണ് ഈ കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ചേരി പ്രദേശം പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എല്ലാ ഗ്രാമങ്ങൾക്കും ചുറ്റുമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുമാത്രമല്ല കൃഷിപ്പാടങ്ങൾക്കും കുളങ്ങൾക്കും അരികിലായിട്ട് ഇതുപോലെ അമ്പലങ്ങൾ കാണാം. ഈ കാണുന്നത് ഒരു അംഗനവാടിയാണ്. കാണുന്നത് ഒരു വീടാന്ന് തോന്നുന്നെങ്കിലും ശരിക്കും ഇതൊരു വീടല്ല, ഇതൊരു കല്യാണ മണ്ഡപമാണ്. പച്ചപ്പും ഹരിതാപം എന്ന് പറഞ്ഞ ഗ്രാമക്കാഴ്ചകൾ പ്രതീക്ഷിച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും ഒരു നിരാശയായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ചില വീടുകൾ പുറമെ നിന്ന് കാണുമ്പോൾ നമുക്കൊക്കെ ചെറുതായിട്ട് തോന്നുമെങ്കിലും പക്ഷെ അവിടുത്തെ അകത്തെ കാഴ്ചകൾ ഞങ്ങളൊക്കെ ശരിക്കും അത്ഭുതപ്പെടുത്തി. അത് പണ്ട് നമ്മൾ ഹിന്ദി സീരിയലുകൾ കാണുമ്പോൾ പോലെയുള്ള റൂമുകളൊക്കെ ആയിരുന്നു ഓരോ വീടുകൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഒരു ഛത്തീസ്ഗഡിൻ്റെയും ഒറീസയുടെയും ഒരു ബോർഡർ ആയിട്ടാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൂരിഭാഗം പേരും ഒറീസയിലുള്ള ആളുകളാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കാണുന്ന ഒരു വീടാണ്. ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ ഇതിന് നമുക്ക് ഫ്ലാറ്റ് എന്ന് പറയാം. കാരണം എന്താണെന്നറിയോ, ഒരുപാട് പേര് താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഈ കാണുന്നില്ലേ, ഈ കാണുന്നതൊക്കെ ഇവിടെ മുകളിലായിട്ട് ഒരു 7 റൂമുകളുണ്ട്. അതായത് 7 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മുകളിൽ മാത്രം, താഴെ വേറെ ഫാമിലീസ്. ഇതൊക്കെ അവരുടെ ബാത്റൂം സൗകര്യമാണ്. ഇതവരുടെ വണ്ടി വയ്ക്കുന്ന സ്ഥലമാണ്. നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. വീഡിയോ കൊണ്ട് പരിസ്ഥിതിക്ക് പോകാൻ പറ്റും. ഞാൻ ഈ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇവരൊക്കെ താമസിക്കുന്നില്ലേ, നമുക്ക് ശരിക്കും ഒരു അത്ഭുതമാണ്. ഒരു ഒറ്റമുറി റൂമിലാണ് ഇവരൊക്കെ താമസിക്കുന്നത്. ആ റൂമിന് ഇവർ കൊടുക്കണ വാടക എന്ന് പറയുന്നതേ 2000 രൂപയാണ് ഇവിടെ കൊടുക്കണ വാടക. അപ്പോൾ കൂടുതൽ ഇവിടെ ഉള്ളവർ ഒറീസക്കാരാണ്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ചേച്ചിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ ആ ചേച്ചി തയ്ക്കുന്ന ചേച്ചിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. കണ്ട ഇതൊക്കെ ഇവിടെ എന്താ ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെയാണ് ആളുകൾ താമസിക്കുന്നത്. മുകളിലത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാട്ടിത്തരാം. നമ്മുടെ പ്ലാന്റിന്റെ തലയാണ് കാണുന്നത്. പ്ലാന്റ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ ഈ ഗ്രാമത്തിന്റെ ചുറ്റിലുള്ള കാഴ്ചകൾ കാട്ടിത്തരാം. അയ്യോ, മാവ് പൂത്തുക്കണ്. എന്ത് രസം നോക്ക്, ഈ കാണുന്നതൊക്കെ നോക്ക്. നമ്മൾ ആദ്യം വിചാരിച്ച കോളനി പോലത്തെ ഒരു ഏരിയന്ന് ആദ്യം ഇതാ പറയണത്. ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് മാത്രം നമ്മൾ അഭിപ്രായം പറയരുത്. എന്ത് രസമാണ് നോക്ക്. എൻ്റെ പൊന്നെ, ശരിക്കും നാട്ടിലേക്കൊക്കെ പോയൊരു ഫീല് ഇവിടെ വന്നപ്പോഴാണ്. ബുട്ടു, ബുട്ടുന്ന് ഇത് എവിടേക്കോ പോയിട്ടുണ്ട്. നോക്കട്ടെ അവരെവിടെയാണെന്നറിയില്ല. നോക്ക് ഇവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് അവർ. ഇവരിവിടെ നല്ല കല്യാണം, ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് രസം നോക്കി എൻ്റെ പൊന്നെ, ശരിക്കും സൂപ്പർ. നല്ല രസമുണ്ട് അല്ലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ. ശരിക്കും നമ്മളിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല. നമ്മൾ ഇവിടുന്ന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണാനില്ല എന്ന് വിചാരിച്ച് വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഉണ്ടോ അടിപൊളി വ്യൂസ് കണ്ട. ഇവിടെ എല്ലായിടത്തും കൃഷിയാണ്, എല്ലായിടത്തും പല പല വെറൈറ്റീസ്. ഇതിൻ്റെ ഉള്ളിലും
ദേ ഇവിടെ ആയിട്ടുണ്ട് വെളുത്തുള്ളിയാണ് ഇവരൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. കല്യാണം കഴിഞ്ഞതിൻ്റെ തിരക്കാണ് ഇവിടെ. ഈ ഫാമിലീസിൽ ആരുടെയോ ഒരാളുടെ കല്യാണം നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അയ്യോ ദേ കരിമ്പ്, ഇത് കാണുന്നത് കരിമ്പാണ്. ഇവിടുത്തെ തത്ത തത്ത ദേ തത്ത. ഹായ് ദേ തക്കാളിയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. കാണുന്നത് കേബേജ്